ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അണിമ. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഞാൻ കൊടുത്ത വളങ്ങളും അതിന്റെ ഒരു റിസൾട്ടും അതും കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരണ്ടേ. അല്ലാതെ ഞാൻ കുറെ വളം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ റിസൾട്ട് കാണിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ മാസം നമ്മളൊരു കൂട്ടുവളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്യൂഡോമോണസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്റെ എഗ് ഫെർട്ടിലൈസർ അത് എല്ലാ മാസവും കൊടുക്കാറുള്ളതാണ്, അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയണതാണ് ദാ ഈ കാണുന്നത്. പിന്നെ പിന്നെ ദാ കുറച്ച് പേരെ താഴ്ത്തി ഞാൻ വെച്ചിട്ടുണ്ട്. താഴ്ത്തി വെച്ചേക്കണത് കാരണം കൊണ്ടല്ല, എല്ലാവരും ഞാനൊന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ദാ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയണത് ഇതൊക്കെയാണ് കേട്ടാ. എല്ലാവരും നല്ല ഫ്ലവറിങ് ആയി. അത് നോക്കൂ, നമ്മുടെ ഒരു യെല്ലോ സുന്ദരി. ഞാൻ വൈറ്റില് ആദ്യത്തെ പൂവൊക്കെ പോയി അടുത്ത മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഓരോരുത്തരെയും കാണിച്ചു തരാം. ഇതാ ഇത് നമ്മുടെ സിംഗിൾ പെറ്റൽ ബ്യൂട്ടി. പിന്നെ അടുത്തത് അതുപോലെ തന്നെ കുറെ പേര് ബഡ്സ് ഒക്കെ വന്നേക്കണുണ്ട്. ഉണ്ടോ? ഞാൻ ഈ വളം എല്ലാ വർഷവും എല്ലാ വേനൽക്കാലത്ത് ഞാൻ കൊടുക്കാറുണ്ട്. മഴക്കാലത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മഴക്കാലത്ത് ഞാൻ അധികമൊന്നല്ല, ഒട്ടും വളം തന്നെ കൊടുക്കാറില്ല. ആകെ നമ്മുടെ സാഫ് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോ ഈ വളം കൊടുത്തപ്പോ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യോ ഇത് ഇങ്ങനെ കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ടും കൂടി ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പൊ ഇതാണ് ആ വളത്തിന്റെ ഒരു റിസൾട്ട്. പിന്നെ അതാ ഇവിടെ നമ്മുടെ ആ പുതിയ പൂവിട്ട് നിൽക്കണുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാത്തിലും നിറച്ചും ബഡ്സും ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ല റെഡ് ആണ് കേട്ടോ, മൾട്ടിപ്പെറ്റൽ. ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടും എന്താ റിസൾട്ട് കണ്ടില്ലേ, നമ്മുടെ വൈറ്റ് ഇപ്പൊ അടുത്ത മുട്ടിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ കുറെ പേരുണ്ട്, ഭൂരിഭാഗം എല്ലാവരും നല്ല രീതിയിൽ മുട്ടിട്ട് നമ്മുടെ ആ വളത്തിന്റെ ഒരു റിസൾട്ട് ആണ് കേട്ടോ ഇത്. ഇനി ഞാനൊരു വേറൊരു സൂത്രം കൂടി നിങ്ങളെ കാണിച്ചു തരട്ടെ. അത് ഭയങ്കര സക്സസ്ഫുൾ ആണോ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, എന്നാലും പലരും ചോദിച്ചതിന്റെ ഒരു ബേസിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ആ സൂത്രം. ഇത് എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇത് കട്ടിങ്സ് ഞാൻ കുത്തി പിടിപ്പിച്ചതാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കട്ടിങ്സ് ഗ്രാഫ്റ്റ് ചെയ്യാണ്ട് കട്ടിങ്സ് പിടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇത് കുറെ കട്ടിങ്സ് പിടിപ്പിച്ചിട്ടാണ് കേട്ടോ ഈ 3-4 എണ്ണം പിടിച്ചു കിട്ടിയേക്കണത്. അപ്പോ ഇതിപ്പോ ഒരു 2 മാസത്തോളമായി. ഇതാ ഇതില് ചെറിയ രീതിയിൽ വേര് വന്നൊന്നും പറയാൻ പറ്റൂല. ആ വേര് തന്നെ ഉണ്ട്. ഭയങ്കര സക്സസ് ആണെന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെതാ ഇതില് ഒരു വേര് വന്നിട്ടുണ്ട്, കാണില്ലേ? ഇതില് ഒരു വേര് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലും ചെറുതായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇത് ഏതാണ്ട് 1.5 മാസം ഞാനിങ്ങനെ കുത്തിവെച്ചതാണ് കേട്ടോ. ഇതിന് ചെറിയൊരു കേട് പോലെ വന്നെങ്കിലും അത് പിടിച്ചു കയറിയിട്ടുണ്ട്. ഇതിലും ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ വേര് വന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇതൊക്കെ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഇത് സക്സസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഒരു മെയിൻ വീഡിയോ ആയിട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്,
ഇതൊരു 100% സക്സസ് എന്ന് പറയണമെങ്കിൽ ഇതിൽ പൂവിടണമല്ലോ, പൂവൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു മെയിൻ വീഡിയോ ആയിട്ട് ഇടാത്തത്. ഓക്കെ. പിന്നെ ഇത് ഞാൻ ആദ്യം കുറച്ച് ദിവസം ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ചു. എന്നിട്ടാണ് ഇതേപോലെ ഒരു പോട്ടിംഗ് മിക്സിൽ നല്ല നീർവാഴ്ചയുള്ള മണ്ണെന്ന് പറയില്ല, അതിൽ ഇറക്കി വെച്ച് പിടിപ്പിച്ചെടുത്തേക്കണത്. എന്തായാലും ഇതിൽ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പൂവിട്ട് കഴിഞ്ഞാലാണ് ഇത് എന്തുമാത്രം സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. ഓക്കെ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.